നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ LGS പരീക്ഷ എഴുതുന്ന കൂട്ടുകാർ പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു വീഡിയോയാണ്. അതായത് നവംബർ മാസം 23-ാം തീയതി, അതായത് അടുത്ത ശനിയാഴ്ച, ഇനി ഒരാഴ്ച കൂടിയ സമയമുള്ളൂ. അപ്പോൾ ആ ഒരു ശനിയാഴ്ച ദിവസം നവംബർ 23-ാം തീയതി 4 ജില്ലകളിലെ സുഹൃത്തുക്കൾ പരീക്ഷ എഴുതുവാനായിട്ട് പോവുകയാണ്. ഏതൊക്കെ ജില്ലകളാണ് എന്ന് പരീക്ഷയുള്ള ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പത്തനംതിട്ടയുണ്ട്, ഇടുക്കിയുണ്ട്, മലപ്പുറമുണ്ട്, കണ്ണൂരുമുണ്ട്. വളരെ വാശിയേറിയ മത്സരം തന്നെയായിരിക്കും ഇവിടെ നടത്തപ്പെടുന്നത്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് കഴിഞ്ഞ തവണ നടന്ന ആ ഒരു പരീക്ഷ, അതിന്റെ റാങ്ക് പട്ടിക, അതിൽ നിയമനം ലഭിച്ചിട്ടുള്ള ആളുകൾ, ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം എല്ലാവർക്കും തന്നെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും തന്നെ നിയമനം ലഭിച്ചിട്ടുണ്ട്. സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളിലേക്ക് പോലും നിയമനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടാൽ ജോലി എന്ന ഒരു സത്യം എല്ലാവരും തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ എന്ന് പറയുന്നത് തീ പാറുന്ന ഒരു പോരാട്ടം നടക്കുന്ന ഒരു പരീക്ഷയാണ്. പ്രത്യേകിച്ച് നമ്മുടെ 10ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയാക്കിയിട്ടുള്ള LDC പരീക്ഷ കഴിഞ്ഞതിന് ശേഷം വരുന്നൊരു പരീക്ഷയാണ്. അപ്പോൾ LDCക്ക് തയ്യാറെടുത്തിട്ടുള്ള ആളുകൾക്ക് അതിൽ നിന്നും വലിയ വ്യത്യാസമില്ലാത്തൊരു സിലബസ് ആണ്. ഇത്രയും പഠിക്കേണ്ടതില്ല. ഇംഗ്ലീഷും മലയാളവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങ് ഉപേക്ഷിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്താൽ മതി എന്നതുകൊണ്ട് തന്നെ പോരാട്ടം എന്ന് പറയുന്നത് നല്ല തീവാർന്ന പോരാട്ടം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ചില ജില്ലകളിലൊക്കെ അപേക്ഷ നൽകിയിരിക്കുന്ന ആളുകൾ, അതായത് കൺഫർമേഷൻ നൽകിയിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം നമുക്ക് നോക്കാം. അല്ലെ, പത്തനംതിട്ട നോക്കിയാൽ 11,000 ആൾക്കാരാണ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇത്രയും ആളുകൾ എഴുതില്ല. 10,000-ൽ താഴെ ആളുകൾ മാത്രമായിരിക്കും ഈ ഒരു പരീക്ഷ എഴുതാനുണ്ടാവുന്നത്. അതേപോലെ ഇടുക്കി ജില്ലയിലും 10,000-ൽ താഴെ മാത്രം ആളുകളായിരിക്കും പരീക്ഷ എഴുതാനുണ്ടാവുക. മലപ്പുറം ജില്ലയിൽ ഏകദേശം ഒരു 20,000-ഓളം ആളുകളെങ്കിലും എഴുതുമെന്ന് കണക്കാക്കുന്നു. കണ്ണൂർ ജില്ലയിൽ ഒരു 12,000 മുതൽ 15,000 വരെയുള്ള ആൾക്കാരായിരിക്കും പരീക്ഷ എഴുതുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ ഈ ഒരു പരീക്ഷ എഴുതി അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളൊക്കെ സംഭവിച്ചാണ്. കാര്യം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 4-1 കുറച്ചു. അതായിരുന്നു കഴിഞ്ഞ പരീക്ഷയുടെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. 2,000 പേര് വരെയുള്ള റാങ്ക് ലിസ്റ്റിൽ കണ്ടിരുന്നത് എത്രയാണ്, 500 ആയിട്ട് ചുരുക്കി കളഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്, അല്ലെ. അപ്പൊ അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ പല ജില്ലകളിലും, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ 365 ഇട്ടിരിക്കുന്ന ആ റാങ്ക് ലിസ്റ്റ്. അതേപോലെ ഇടുക്കി ജില്ലയിൽ 375, മലപ്പുറത്ത് 689, കണ്ണൂരിലാണെങ്കിൽ 565. അപ്പോൾ കഴിഞ്ഞ തവണത്തെ പരീക്ഷ നല്ല ടൈറ്റ് പരീക്ഷ തന്നെയായിരുന്നു. കാരണം ഒരു പുതിയ രീതിയിലേക്ക് മാറ്റം വന്നതിന് ശേഷം എഴുതപ്പെട്ട ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ ആ പരീക്ഷയ്ക്ക് 72.67 മാർക്ക് നേടിയ ആളുകളാണ് ഈ പറയുന്ന 565 പേർ എന്ന് പറയുന്നത്. അതായത് ആ കണ്ണൂർ ജില്ലയിൽ 565 പേർക്ക് മാത്രമേ 72 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ. അതേപോലെ മലപ്പുറം ജില്ലയിലാണെങ്കിൽ 71.67 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചത് 689 പേർക്ക് മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ ഇടുക്കി ജില്ല എടുത്തു കഴിഞ്ഞാൽ അവിടെ 65.33 മാർക്ക് നേടിയ ആളുകൾ എന്ന് പറയുന്നത് വെറും 375 പേര് മാത്രമേ ഉള്ളൂ. ഇനി പത്തനംതിട്ട ജില്ല എടുത്തു കഴിഞ്ഞാൽ അവിടെ 66.33 മാർക്ക് നേടിയ ആളുകൾ എന്ന് പറയുന്നത് 365 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓർക്കുക, ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് ഒരു ജില്ലയിൽ തന്നെ ഏകദേശം ഒരു 500-ഓളം വേക്കൻസിക്ക് അടുത്തു വരുന്ന ഒരു പരീക്ഷയാണ്. അത്രത്തോളം ആൾക്കാരെ ചിലപ്പോൾ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തുവാനുള്ള സാധ്യതയാണ്. അപ്പൊ സ്റ്റേറ്റ് വൈഡ് നടക്കുന്ന പരീക്ഷകൾ, പ്രത്യേകിച്ച് നമ്മൾ അറിയാവുന്നതാണ്, നമുക്കറിയാം സ്റ്റേറ്റ് വൈഡ് നടക്കുന്ന പരീക്ഷകൾ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ്, അതേ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അല്ല, യൂണിവേഴ്സിറ്റി LGS, കമ്പനി ബോർഡ് LGS മുതലായ പരീക്ഷകൾ. അതേപോലെ എന്താണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് OA, സെക്രട്ടേറിയറ്റ് OA മുതലായതൊക്കെ സ്റ്റേറ്റ് വൈഡ് നടക്കുന്ന പരീക്ഷകളാണ്. അത്തരത്തിലുള്ള പരീക്ഷകൾക്ക് ഈ 14 ജില്ലകളിലെയും സമർത്ഥരായിട്ടുള്ള ആൾക്കാർ വന്ന് എഴുതുന്ന പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് 80 മാർക്കിന് മുകളിലായിരിക്കും. 90-ന് അടുത്തൊക്കെ വരുന്ന കട്ട് ഓഫുകളൊക്കെ ആയിരിക്കും പലപ്പോഴും വരുന്നത്. അത് കണ്ട് നിങ്ങൾ ഇവിടെ പേടിക്കേണ്ട കാര്യമില്ല. കാര്യം ഈ സ്റ്റേറ്റ് വൈഡിൽ നടക്കുന്ന ഈ പരീക്ഷയ്ക്ക് 90 മാർക്കും 80 മാർക്കും 85 മാർക്കും ഒക്കെ നേടുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഈ 14 ജില്ലകളിലും കൂടി ഇന്ന് ഒരുമിച്ച് വരുന്ന ആൾക്കാര്. ഇവര് 14 ജില്ലകളിലേക്ക് ഡിവൈഡ് ചെയ്യപ്പെട്ട് പോകുമ്പോൾ ഒരിക്കലും ഈ പറയുന്ന കട്ട് ഓഫ് എന്ന് പറയുന്ന 80 മാർക്കിന്റെ ഒക്കെ മുകളിലേക്ക് വരിക എന്ന് പറയുന്നത് അസംഭവ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. അതുകൊണ്ട് പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് എന്തായിരിക്കാം, ഈ കാണുന്ന ഒരു കട്ട് ഓഫ് മാർക്ക്, അതിനേക്കാൾ 5 മാർക്ക് അത്രയൊക്കെ ചിലപ്പോൾ കൂടുതൽ വരാനായിട്ട് സാധ്യത കാണുന്നുള്ളൂ. അപ്പൊ പരീക്ഷ കടുകട്ടിയാണെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും വരില്ല, ഇതിനേക്കാൾ കുറഞ്ഞു വരത്തേ ഉള്ളൂ. പരീക്ഷ ഒരു എളുപ്പമാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു 5 മാർക്കെങ്കിലും കൂടുകയുള്ളൂ. ഒരു മോഡറേറ്റ് ലെവലിലുള്ള പരീക്ഷയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന മാർക്കിനേക്കാൾ ഒരു 2-3 മാർക്കിന്റെ ഒക്കെ വ്യത്യാസമൊക്കെ ഉണ്ടാവുകയുള്ളൂ.
അപ്പോ നമ്മൾ പരീക്ഷ അറിഞ്ഞ് ചുമ്മാ പോയിട്ട് എഴുതിയിട്ട് കാര്യമില്ല. പരീക്ഷ എന്താണെന്ന് അറിഞ്ഞ് ശ്രദ്ധാപൂർവം തന്നെ പരീക്ഷ എഴുതണം. ഇനി നിങ്ങൾ നോക്കുക അല്ലെ, നിയമനത്തിന്റെ ഒരു സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഒക്ടോബർ മാസത്തിലെ PSC കൊടുത്തിരിക്കുന്ന അഡ്വൈസിന്റെ കണക്കനുസരിച്ചാണെന്നുണ്ടെങ്കിൽ 365 പേരുള്ള ഈ പത്തനംതിട്ടയിൽ ഓപ്പൺ മേഖലയിൽ അല്ലെ ഓപ്പൺ കാറ്റഗറിയിൽ 215 പേർക്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഇഴവൊഴികെ ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ അഡ്വൈസ് പോയതായിട്ട് വേണം മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അതേപോലെ ഇടുക്കി നമ്മൾ നോക്കിയാൽ അവിടെ 259ഓളം ആളുകൾക്കാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ മത്സരിച്ച ആളുകൾക്ക് പോയിരിക്കുന്നത്. ഇനി മലപ്പുറം നോക്കിയാൽ അവിടെ 443ഓളം ആൾക്കാരാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്നും പോയിരിക്കുന്നത്. ഇനി കണ്ണൂർ നോക്കിയാൽ അവിടെ 356ഓളം പേര് ഓപ്പൺ കാറ്റഗറിയിൽ നിന്നും പോയിട്ടുണ്ട്. അപ്പൊ നോക്കിയാൽ ഈ റിസർവേഷന്റെ ആനുകൂല്യം കിട്ടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ പോലും നിയമനം ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമുക്ക് ജോലി ലഭിക്കുമെന്നുള്ള ചിന്താഗതിയിൽ തന്നെ പോവുക. കാര്യം നിങ്ങളുടെ ക്ലാസ്സിൽ പരീക്ഷ എഴുതുവാനായിട്ട് അനുവദനീയമായിട്ടുള്ള സ്ട്രെങ്ത് എന്ന് പറയുന്നത് 20 പേരാണ്. അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ പറഞ്ഞ ഇടുക്കി ജില്ലയാണെങ്കിൽ 10,000 പേരാണ് പരീക്ഷ എന്ന് പറയാനായിട്ട് എഴുതാൻ വരിക. ചിലപ്പോൾ അവിടെ ചിലപ്പോൾ 6,000 പേരും 7,000 പേരൊക്കെ ചിലപ്പോൾ എഴുതാനായിട്ട് വരികയുള്ളൂ അല്ലെ. അപ്പൊ നോക്കിയാൽ 20-ൽ ഒരാൾ എന്ന് പറയുമ്പോൾ അത് കണക്ക് നോക്കിക്കേ. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ 10,000 പേരുണ്ടെങ്കിൽ 500 പേരുടെ പട്ടികയാണ് ഇവിടെ വരുന്നത് എന്നുണ്ടെങ്കിൽ എത്രയാണ്? ആ ക്ലാസ്സിൽ ഒരാൾ നിങ്ങളാണെന്ന് കണക്കാക്കിയാൽ മതി. ഒരു 8,000 പേരും ചിലപ്പോൾ 7,000 പേരും ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും നിങ്ങളുടെ ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന ഒരാൾ റാങ്ക് പട്ടികയിലുണ്ട്. അത് നിങ്ങളാവുക. കാര്യം 100ഉം 1000 പേരോട് മത്സരിച്ചല്ല നമ്മൾ റാങ്ക് പട്ടികയിൽ വരുന്നത്. നമ്മൾ നമ്മുടെ ക്ലാസ്സിലുള്ള 20-30 പേരോട് മത്സരിച്ചാണ് റാങ്ക് പട്ടികയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പരീക്ഷ ഹാളിലുള്ള നമ്മളുടെ ഒരു മനോഭാവം എന്ന് പറയുന്നതാണ് കറക്റ്റാക്കി എടുക്കേണ്ടത്. പല ആൾക്കാർ പലതും പറയും. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് നമുക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ ആദ്യം വായിച്ചു നോക്കുക. നമുക്ക് അറിയുന്ന ചോദ്യങ്ങൾ എളുപ്പം ചെയ്തു മാറുക. അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങൾക്ക് പുറകെ ആലോചിക്കാൻ പോകാൻ നേരമില്ല നമുക്ക്. കാര്യം എന്താണ്? അതൊക്കെ 2ാമത്തെ വരവിലോ 3ാമത്തെ വരവിലോ നമുക്ക് കൃത്യമായിട്ട് ഒന്നുകൂടി ഒന്ന് വായിച്ചു പോകാം. ആദ്യം അറിയുന്നത് മാത്രം മാർക്ക് ചെയ്തു പോവുക. ഒരു ചോദ്യ പേപ്പറിലൂടെ മാക്സിമം ഒരു 3 റൗണ്ടെങ്കിലും നമ്മൾ ഓടിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏകദേശം ഒരു 80-85% ചോദ്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. ആ ചെയ്ത കാര്യങ്ങളൊക്കെ പരമാവധി ശരിയാകുവാനും കൂടി എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിരുത്തി നമ്മൾ പഠിക്കുക. ഇനി അവസാനത്തെ സമയം എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ പരീക്ഷകളൊക്കെ ചെയ്ത് ആ തഴക്കം വരാനായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക, മനസ്സിലാക്കുക, പരീക്ഷയ്ക്ക് എഴുതുക. പരീക്ഷ കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒന്നുകൂടി കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.